നമസ്കാരം. സുനിത വില്യംസ് എന്ന ഇതിഹാസം ഭൂമിയുടെ മടിത്തട്ടിലേക്ക് വീണ്ടും എത്തിയിട്ട് കഷ്ടിച്ച് ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ. നീലാകാശത്തിൽ ജീവന്റെയും സ്നേഹത്തിന്റെയും പൊരുളിനെയും അതിന്റെ നിറത്തിനെയൊക്കെ കുറിച്ചായിരിക്കും അവർ ഏറെയും ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ അതിന്റെ എല്ലാം ശോഭ കെടുത്തുന്ന രീതിയിലാണ് മനുഷ്യ സൃഷ്ടിയായ കറുപ്പും വെളുപ്പും എന്ന മനോഭാവം വീണ്ടും വിവാദമായിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപതിയെ വരെ നിറത്തിന്റെ പേരിൽ അപഹസിക്കാൻ ചില കുബുദ്ധികൾ മുന്നോട്ട് വന്നത് ഇപ്പോഴും ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇതേ അനുഭവം തുറന്നു പറഞ്ഞു. നിറത്തിന്റെ പേരിൽ അവർ അനുഭവിച്ച പീഡനങ്ങൾ കൂടുതലും തൻ്റെ ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വി വേണുഗോപാലുമായിട്ടുള്ള താരതമ്യപ്പെടുത്തലുകളായിരുന്നു. അത് കേട്ട് ശീലമായി എന്നാണ് അവർ പറഞ്ഞത്. സ്നേഹത്തിന്റെ നിറത്തിൽ അഭിരമിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്ക് വിഷവിത്തുക്കൾ എറിഞ്ഞവർ ആധുനിക വേഷവും മോടിയും മാത്രം കൊണ്ടു നടക്കുന്ന ശുദ്ധ വിവരദോഷികളാണെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ ഒട്ടും കുറവല്ല എന്ന് സമൂഹവുമായി ഇടപഴകുന്നവർക്ക് അറിയാനും സാധിക്കും. പ്രപഞ്ചത്തിൽ ഒരുപാട് നിറങ്ങളുള്ളെങ്കിലും അതെല്ലാം 7 നിറങ്ങളിനകത്ത് പെടുത്തുന്നവയാണ്. ആ സപ്തവർണ്ണങ്ങൾ മഴവില്ലിൽ കാണാം. കറുപ്പും വെളുപ്പും ചേർന്നതാണ് നമ്മുടെ ദിനങ്ങൾ. ഭൂമിയുടെ ഒരു ഭാഗത്ത് രാത്രിയാണെങ്കിൽ മറുഭാഗത്ത് പകലായിരിക്കും. പ്രകൃതിക്ക് അങ്ങനെ നിറഭേദമൊന്നുമില്ല. കാലചക്രം തിരിയുമ്പോൾ ഉണ്ടാകുന്ന ചില തോന്നലുകളും ഭ്രമങ്ങളും മാത്രമാണിതൊക്കെ. ചില മുഷിഞ്ഞ വ്യവസ്ഥിതികളും ചിന്തകളും ആണ് ഇതിനൊക്കെ ആധാരം. അയിത്തവും അനാചാരവും മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ് ഈ വർണ്ണവിവേചനത്തിന് പിന്നിലും. മനുഷ്യനൊന്നാണ്, സ്നേഹത്തിന്റെ നിറം ഒന്നാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഇതുപോലുള്ള ഭേദചിന്തകൾ ലോകത്തിന്റെ പല ഭാഗത്തും നിലനിൽക്കുന്നു. ക്രൂരവും പ്രകൃതി വിരുദ്ധവുമായ ഇത്തരം മനോഭാവത്തിന് മിക്കപ്പോഴും ഇരകളാകുന്നത് സാധാരണക്കാരായിരിക്കും. ശാരദാ മുരളീധരൻ തന്നെ 4-ാം വയസ്സിൽ തൻ്റെ ബാല്യകാലത്ത് അമ്മയോട് ചോദിച്ച ഒരു കാര്യം, തന്നെ വീണ്ടും പ്രസവിക്കാമോ, ഒരു വെളുത്ത കുട്ടിയായി ജനിപ്പിക്കാമോ എന്നാണ്. എത്ര കുട്ടികൾ ഇതിനോടകം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കാണും? സ്വന്തം മനസാക്ഷിയോടും സമൂഹത്തോടുമൊക്കെ ഇത്തരം ചോദ്യങ്ങൾ അവർ പലകുറി ആവർത്തിച്ചിരിക്കാം. എന്നാൽ അത്തരം ചോദ്യങ്ങളോട് നിസ്സംഗത പുലർത്തുകയാണ് സമൂഹം കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മറ്റുള്ളവരെ കുത്തിനോവിക്കുന്നതും അപഹസിക്കുന്നതും ആക്ഷേപിക്കുന്നതുമൊക്കെ ഒരു ഹരമായി കാണുന്നവരുടെ എണ്ണം സമൂഹത്തിൽ കുറവാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരു കുട്ടി ജനിച്ചാൽ അതിനെ കാണാൻ പോകുമ്പോഴത്തേക്ക് കൊച്ച് ആണോ പെണ്ണോ, ഒരു ചോദ്യം ജെൻഡർ, അടുത്ത ചോദ്യം കറുപ്പോ വെളുപ്പോ, ഇനി പെണ്ണ് കാണൽ ചടങ്ങ്, അതിൽ പോകുമ്പോഴത്തേക്ക് പെണ്ണ് കറുപ്പോ വെളുപ്പോ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അതിൽ അഭ്യസ്ത വിദ്യരായ ഒരുപാട് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിശയം. ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ചിട്ടും ഈ വർണ്ണവിവേചനവുമായി നടക്കുന്നവരെയൊക്കെ ഒന്ന് സമ്മതിക്കണം. പുറംതൊലിയുടെ നിറമല്ല, സ്നേഹത്തിന്റെ പൊരുളാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. അതാണ് യഥാർത്ഥ നവോത്ഥാനം. ഈ സത്യം ഗ്രഹിക്കാത്തവർ കൂടെയുള്ളവരുടെ ആനന്ദം കാർന്നു തിന്നുന്ന മനുഷ്യരൂപമെടുത്ത കീടങ്ങൾ മാത്രം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആ പോസ്റ്റ് ഇംഗ്ലീഷിലായിരുന്നു. അതിന്റെ മലയാള പരിഭാഷയിലൂടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തിനാണ് ഞാൻ ഇക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുന്നത്? അതെ, എനിക്ക് മനസ്സിന് വിഷമമുണ്ടായി. കഴിഞ്ഞ 7 മാസം മുഴുവൻ എൻ്റെ മുൻഗാമിയുമായുള്ള ഇത്തരം താരതമ്യങ്ങളുടെ ഘോഷയാത്രയായിരുന്നതിനാൽ എനിക്കിപ്പോൾ ഇത് കേട്ട് ശീലവുമായെന്ന് പറയാം. തീവ്രമായ നിരാശയോടെ നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമാണെന്ന രീതിയിൽ കറുത്ത നിറമുള്ള ഒരാൾ എന്ന മുദ്ര ചാർത്തപ്പെടുന്നതിനെ പറ്റിയാണിത്. കറുപ്പെന്നാൽ കറുപ്പല്ലേ എന്ന മട്ടിൽ, നിറമെന്ന നിലയിൽ മാത്രമല്ല ഇത്. നല്ലതൊന്നും ചെയ്യാത്ത, എല്ലാം ആസ്വാസ്ഥ്യകരവും മോശവുമായ ഉഗ്രമായ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായ കറുപ്പെന്ന മുദ്ര ചാർത്തൽ. പക്ഷെ കറുപ്പിനോട് ഇത്രയും നിന്ദ എന്തിനാണ്? പ്രപഞ്ചത്തിന്റെ സർവ്വവ്യാപിയായ പൊരുളാണ് കറുപ്പ്. എന്തിനേയും ആഗിരണം ചെയ്യാൻ കഴിവുള്ളതാണ് കറുപ്പ്. മനുഷ്യകുലത്തിന് അറിയാവുന്നിടത്തോളം ഏറ്റവും കരുത്തുറ്റ ഊർജത്തിന്റെ തുടിപ്പാണത്. എല്ലാവർക്കും ചേരുന്ന നിറപ്പൊരുത്തമാണത്. ഓഫീസിലേക്കുള്ള ഡ്രസ് കോഡ്, സായാഹ്നവേളയിലെ ഉടയാടഴക്, കൺമഷിയുടെ കാതൽ, മഴമേഘ പൊരുൾ. 4 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഗർഭപാത്രത്തിലേക്ക് എന്നെ തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള ഒരു സുന്ദരി കുട്ടിയായി ഒന്നുകൂടെ ജനിപ്പിക്കാമോ എന്ന്. നല്ലതെന്ന സൽപ്പേരില്ലാത്ത ആഖ്യാനങ്ങളുടെ ഭാരത്തിനിടയിൽ 1/2 നൂറ്റാണ്ടിലേറെ കാലമായി ജീവിക്കുന്നു. ആ ആഖ്യാനത്തിൽ സ്വാധീനിക്കപ്പെട്ടും പോയിരുന്നു. കറുപ്പിൽ സൗന്ദര്യമോ ഗുണമോ കാണാൻ എനിക്ക് മടിയായി. വെളുത്ത ചർമ്മം വിസ്മയമായി. ഫെയർ എന്ന തോന്നലുള്ള എന്തിനോടും അതെല്ലാം നല്ലതും പൂർണ്ണ ഗുണങ്ങളാൽ സുന്ദരവുമായി തോന്നി. ഇതൊന്നുമല്ലാത്ത ഞാൻ താണതരത്തിൽപ്പെട്ട മറ്റേതെങ്കിലും വിധത്തിൽ അതിന് പരിഹാരം കാണേണ്ട ഒരാളെന്ന ബോധം ഉറയ്ക്കുകയുണ്ടായി. ഇതിനൊരു അവസാനമുണ്ടാക്കിയത് എൻ്റെ മക്കളാണ്. കറുപ്പിന്റെ പാരമ്പര്യത്തോട് അവർക്ക് ആരാധനയായിരുന്നു. ഞാൻ കാണാതിരുന്ന ഭംഗി അവർ അതിൽ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു.
കറുപ്പെന്നാൽ അതിസുന്ദരമാണെന്ന് അവർ കരുതി. കറുപ്പിന്റെ അഴക് എനിക്കവർ കാട്ടിത്തന്നു. ഇതൊക്കെയാണ് ഒരു ചീഫ് സെക്രട്ടറിയുടെ അവസ്ഥയെങ്കിൽ ഒരു സാധാരണക്കാരിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ഇവിടെ എന്തായിരിക്കും?